എല്ലാവർക്കും നമസ്കാരം. പച്ചവെളിച്ചം ഇപ്പോൾ കൊക്കാനശ്ശേരിയിലാണുള്ളത്. ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ച പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. നമ്മുടെ ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങൾക്കും മറ്റും വിവിധ തരത്തിലുള്ള കൊടിക്കൂറകളും അതുപോലെ തന്നെ ചമയങ്ങളും തയ്യാറാക്കുന്ന അതുല്യ കലാകാരനാണ് തണ്ട്രായി ഗോപി. അദ്ദേഹം വിവിധ ക്ഷേത്രങ്ങൾക്ക്, പെരുങ്കളിയാട്ടങ്ങൾക്കും കളിയാട്ടങ്ങൾക്കും മറ്റു ഉത്സവങ്ങൾക്കും വിവിധ തരത്തിലുള്ള കൊടിക്കൂറകളും അതുപോലെ തന്നെ മറ്റ് അലങ്കാര വസ്തുക്കളും വളരെ തനിമയോടു കൂടിയിട്ട് ഇവിടെ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്. അത്തരം കാഴ്ചകളും വിശേഷങ്ങളും പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കും. കൊടിക്കൂറയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ഷേത്രങ്ങളുടെ അലങ്കാര പണികൾ എടുക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? ഒരു 25 കൊല്ലം ആയി അല്ലേ? ഇതെങ്ങനെ കണ്ടുപഠിച്ചതല്ല, ആരും കണ്ടുപഠിച്ചതാണ് അല്ലേ? ഇതിലേക്ക് വഴിമാറാൻ നമ്മുടെ സാധാരണ ടൈലറിംഗ് വർക്കിന്റെ പണി കുറഞ്ഞത് കൊണ്ടാണോ? അതല്ലേ? ഇപ്പോൾ മറ്റുള്ള വർക്കുകളില്ല, ടൈലറിംഗ് വർക്ക് ഉണ്ടല്ലോ, ഇഷ്ടംപോലെ ഉണ്ട്. അത്യാവശ്യം വർക്കെല്ലാം ഉണ്ടല്ലേ? ആ, പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെരുങ്കളിയാട്ടങ്ങൾക്കും കളിയാട്ടങ്ങൾക്കുമാണല്ലോ പ്രധാനമായിട്ട് ക്ഷേത്രങ്ങളിലും അല്ലേ ഇതൊക്കെ അല്ല കൊടിക്കൂറകൾ ഉപയോഗിക്കും അല്ലേ? ആ, പൂരത്തിന്. ഇത് എവിടത്തേക്കുള്ളതാണ്? കാഞ്ഞങ്ങാട് ക്ഷേത്രത്തിന് കൊണ്ടാണ് കമ്മിറ്റിക്കാർ ബന്ധപ്പെട്ടിട്ടാണ് അല്ലെ? ഇതിന്റെ പണി ഒരു കൊടിക്കൂറ തയ്യാറാക്കാൻ എത്ര സമയം എടുക്കും ഏകദേശം? 3 ദിവസം എടുക്കും. സൂക്ഷ്മമായ വർക്കാണല്ലേ? അല്ലെ? അതെ. അങ്ങനെയുള്ള പണികളുണ്ട്, ധാരാളം പണികളുണ്ട് അല്ലെ? അതിന് മറുഭാഗത്ത് അതേപോലെ തന്നെ ഉണ്ടല്ലോ അല്ലെ? മറുഭാഗത്ത് അതേപോലെയാണ് മറുഭാഗത്തും. അതുകൊണ്ട് ഈ കൊടിക്കൂറ കൂടാതെ വേറെ എന്താ പണിയാണ്? സത്യക്കൊട, മാലാപ്പ്. ഗോപി അതിനു വേണ്ടി ഉപയോഗിക്കുന്ന കാസർഗോഡ് ഭാഗത്തെ അതല്ലേ? ആ, അത് ശരി. അതിന് മറുഭാഗത്തും അതേപോലെ തന്നെ അല്ലേ? അതേപോലെ തന്നെയാണ് അല്ലേ? അത് ശരി. ഇതൊക്കെ പിന്നെ ഒരു 3 ദിവസം എടുത്തിട്ടുണ്ട് ഇതൊക്കെ ചെയ്യുന്നു. വലിയ പണിയുണ്ടല്ലേ? അത് ശരി. സൂക്ഷ്മമായ വർക്കാണല്ലേ? ഇതിന് അത്യാവശ്യം പിന്നെ ഇത്തരം വർക്കുകൾ വരുന്നുണ്ടല്ലേ? ഇത്തരം വർക്കുകൾ വരുന്നുണ്ടല്ലേ? സ്ഥിരമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് വരുന്നുണ്ടല്ലേ? ഇത് വേറെ ആരെങ്കിലും പിന്നെ സഹായം ഉണ്ടോ? ഒറ്റക്ക് തന്നെ ചെയ്യുന്നു ഉണ്ടല്ലേ? ആൾക്കാർ സഹായിക്കും, ഭാര്യയൊക്കെ സഹായിക്കും അവര്? ആ, ബിജു സഹായിക്കും അല്ലേ? ബിജു, എന്താണ് ഇതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഗോപിയേട്ടൻ ഇത് ഒരു 15 വർഷമായിട്ട് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ വർക്ക്. കൃത്യമായിട്ട്. അപ്പോ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ എനിക്ക് തോന്നുന്നത് ഗോപിയേട്ടൻ മാത്രമാണ് ഇപ്പൊ ഈ ഒരു വർക്ക് ഏറ്റെടുത്ത് ചെയ്യുന്നില്ല. ഇപ്പൊ ആൾക്കാർ തേടി വരുന്നുണ്ട്. ഇപ്പൊ ഗോപിയേട്ടൻ തേടിയിട്ട് വരുന്നുണ്ട്. ആൾക്കാർ വരുന്നുണ്ടല്ലേ? തേടി വരുന്നുണ്ട്. ഇപ്പൊ എവിടുന്നാ ചെയ്യുന്നതിന്റെ എല്ലാരും വിചാരം ഇപ്പൊ ഇത് തൃശ്ശൂരിൽ നല്ല കൊണ്ടുവരുന്ന ഒരു സാധനമാണെന്നാണ് എല്ലാ ധാരണ. അപ്പൊ ഇത് ഗോപിയേട്ടനാണ്, നമ്മുടെ നാട്ടുകാരനാണ്. അതെ, അത് നമുക്ക് അത് പരിചയപ്പെടുത്തി കൊടുക്കണല്ലോ അല്ലെ? അതാണ് പറയാനുള്ളത്. നമ്മുടെ നാട്ടിൽ തന്നെ തൊട്ടടുത്ത് തന്നെ ഇത്തരം പിന്നെ വർക്കുകളൊക്കെ നമ്മുടെ ഈ പിന്നെ കൊടിക്കൂറ അതുപോലെ തന്നെ സത്യക്കുട അങ്ങനെയുള്ള ക്ഷേത്ര സംബന്ധമായ വർക്കുകൾ തനിമയോട് ചെയ്യുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ തന്നെ ധാരാളമായിട്ടുണ്ട് എന്ന കാര്യം. പിന്നെ നമ്മുടെ നാട്ടിൽ തന്നെ ധാരാളമായിട്ടെന്നല്ല, നമ്മുടെ പിന്നെ ഗോപിയെ പോലുള്ള ആളുകൾ ഇവിടെയുണ്ട് എന്നുള്ള കാര്യം നമ്മുടെ ലോകമറിയണം. അത് പിന്നെ ആ രീതിയിൽ അദ്ദേഹത്തിന് ഒരു അംഗീകാരം പിന്നെ നമുക്ക് നൽകേണ്ടതായിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾക്ക് ആവശ്യമുള്ള ആളുകൾ ഗോപിയെയും ബന്ധപ്പെടണമെന്നാണ് പച്ചവെളിച്ചത്തിന് പറയാനുള്ളത്. പച്ചവെളിച്ചത്തിന് വേണ്ടി രാജീവൻ പച്ച.
ബേക്കലുണ്ട്. കാപ്പാട്ട് ഞാൻ എടുത്തിട്ടു. കാപ്പാട്ട് കണ്ടിട്ടേക്കോ? ഇല്ല, ഞാൻ എടുത്തില്ല. ആർത്ത കിട്ടില്ല, നമ്മളത് കിട്ടില്ല. വേറെ വാ